ശ്രീത് പണിക്കർ, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോഴാണല്ലോ, അതിനു മുമ്പ് ഇത് തരംഗമില്ലാത്ത തെരഞ്ഞെടുപ്പ് എന്ന നറേറ്റീവിൽ തന്നെ നിൽക്കുകയായിരുന്നു എല്ലാവരും. എന്ന് പറഞ്ഞാൽ 2014 2019 ഇമോട്ടീവായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് നറേറ്റീവ് പ്രചരണ വിഷയങ്ങൾ എന്തായാലും ഉണ്ട്. അത് 2014 അഴിമതി വിരുദ്ധത എന്നുള്ളതാണെങ്കിൽ, 2019 ബലാക്കോട്ട, പുൽവാമ, അതിദേശീയത ഒക്കെ വന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. 2024 ഒരു സാധാരണ തെരഞ്ഞെടുപ്പിൽ, തരംഗമില്ലാത്ത തെരഞ്ഞെടുപ്പിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അടക്കമുള്ള ഗ്രൗണ്ടിൽ കാര്യമായി ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ 400 മുകളിൽ എന്നൊക്കെ പറയുന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഉപ്പ് തൊടാതെ അങ്ങ് വിഴുങ്ങാൻ കഴിയുമോ ശ്രീത് പണിക്കർ? അല്ല, 400 മുകളിൽ എന്നുള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നതിന് മുൻപ് തന്നെയും ഞാനതിന് പൂർണ്ണമായും വില കൊടുത്തിരുന്ന ഒരാളല്ല. 300 മുകളിൽ കിട്ടാനുള്ള സാധ്യത വളരെ പ്രബലമാണ്. 350 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ 400 എന്ന് പറയുന്നത് ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടാർഗറ്റാണ്. ഒരുപക്ഷെ BJP അവർക്ക് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന, അവരുടെ കാര്യകർത്താക്കൾക്കൊക്കെ അവർ കൊടുത്തിരിക്കുന്ന ഒരു ടാർഗറ്റാണ്. അതിലേക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ നില മെച്ചപ്പെടുത്താൻ. അല്ലെങ്കിൽ ചോദ്യം അതായിരുന്നു എന്ന് പറഞ്ഞാൽ 400 പാർ എന്ന് പറയുന്നത് BJP അവരുടെ അണികളെ, അല്ലെങ്കിൽ ഉറപ്പായും ഇലക്ഷൻ ഇപ്പം എന്താണ്, ഒരു ഇലക്ഷൻ പ്രചരണത്തിന് സ്കൈ ഈസ് ദ ലിമിറ്റ്, അവർക്ക് 572 വേണേ കിട്ടുമെന്നൊക്കെ പറയാമല്ലോ എന്ന് പറയുന്നത് പോലെ ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നു. ഞാൻ ചോദിച്ചത് ആ പ്രഖ്യാപനത്തിന് അനുസൃതമായി 400 മുകളിലേക്ക് പറയുന്ന 3 സർവേകൾ വരെയാണ്, ഈ ആക്സിസ് മൈ ഇന്ത്യ അടക്കം. ശ്രീത് പണിക്കർ, അതെ, അല്ല നോക്കൂ, റിയലിസ്റ്റിക് ആയിട്ട് 543 വേണമെങ്കിൽ കിട്ടാമെന്നൊക്കെ അവർക്ക് പറയാമെങ്കിലും അത് അൺറിയലിസ്റ്റിക് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ 400 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് അവർ വെക്കുന്നു. ആ ടാർഗറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ചിട്ടയായ പ്രവർത്തനം നമ്മൾ കണ്ടതാണ്. ഉദാഹരണത്തിന് TDPയുമായി ചേർന്ന് ആന്ധ്രാപ്രദേശിൽ ഒരു സഖ്യത്തിലേക്ക് പോകുന്നു. ആ സഖ്യ സാധ്യതകൾ എന്തൊക്കെയാണ്, അവരുടെ BJPക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടാവുന്ന സീറ്റുകളെ എങ്ങനെ അത് ഗുണപരമായിട്ട് സ്വാധീനിക്കുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. അതേപോലെ തെലങ്കാനയിൽ BJPക്ക് സീറ്റുകൾ കൂട്ടാനുള്ള സാധ്യത എന്തായിരുന്നു അവർ ആരാഞ്ഞത് എന്നതിനെപ്പറ്റി നമുക്കറിയാം. കേരളത്തിലും തമിഴ്നാട്ടിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ കൊണ്ടുപിടിച്ച ക്യാമ്പയിൻ നടത്തിയിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ലുക്ക് സൗത്ത് എന്ന രീതിയിലുള്ള ഒരു പോളിസി BJPക്ക് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിലായിരുന്നു കേരളം പോലെയുള്ള മണ്ഡലങ്ങൾ എന്നതുകൊണ്ട് കൂടുതൽ സമയം പ്രധാനമന്ത്രിക്ക് ആദ്യഘട്ടത്തിൽ ഇവിടെയൊക്കെ തന്നെ സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സാധിച്ചിരുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ട് അലയൻസസ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിൽ, ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ പോലും PMK പോലെയുള്ള ചില കക്ഷികളുമായിട്ടൊക്കെ തന്നെ അവർ അലയൻസിലേക്കൊക്കെ വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ആ സാധ്യതകളൊക്കെ തന്നെ അവരവിടെ നോക്കിയിരുന്നു. അപ്പോൾ ഈസ്റ്റിലും അല്ലെങ്കിൽ സൗത്തിലും ഒക്കെ തന്നെ കൂടുതലായിട്ട് സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്ലാനിന്റെ ഭാഗം തന്നെയായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് അണ്ണാമലയെ ഇരുത്തിക്കൊണ്ട് തന്നെ ഒരുപക്ഷെ ഭാവിയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടാകുമെന്ന രീതിയിൽ BJPയുടെ ദേശീയ നേതാക്കൾ തന്നെ പല കോൺക്ലേവുകളിലും സംസാരിക്കുന്നതും ഒക്കെ തന്നെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് ഒരു വശമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ശ്രീ നിസാർ തന്നെ ഇവിടെ പറയുന്നത് വ്യാജ നിർമ്മിതി, എന്താണ്, ഒരു വ്യാജ ബിംബം, നരേന്ദ്രമോദി എന്ന ഒരു വ്യാജ ബിംബത്തിനെ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പൊ ആ ബിംബത്തിനെ തകർക്കുക എന്ന് പറയുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നത്. പ്രതിപക്ഷത്തിന് ആ ബിംബത്തിനെ തകർക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രക്രിയകളും തടസ്സമാകേണ്ടതില്ല. കാരണം പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുന്നത് തന്നെ അതിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് പ്രാദേശികമായിട്ട് ഗുജറാത്തിൽ വെച്ചിട്ടാണെങ്കിലും അതിനുശേഷം 2014 മുതൽ ദേശീയ തലത്തിലാണെങ്കിലും പ്രതിപക്ഷം നിരന്തരമായിട്ട് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും, എന്നാൽ ആ ശ്രമത്തിൽ അതിനെന്തെങ്കിലും ഒരു വിശ്വാസ്യതയുണ്ട് എന്ന രീതിയിലത്തേക്ക് നമ്മുടെ നാട്ടിലെ ഇലക്ടറേറ്റ് അതിനെ സ്വീകരിക്കാതെ ആ വാദത്തിനെ തള്ളിക്കളഞ്ഞാൽ പിന്നീട് അതിന്റെ പേരിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്ന രീതിയിലത്തേക്ക് നമ്മൾ അതിൽ പരിതപിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ട്, നമ്മൾ ഇതിലൊരു ലെവൽ പ്ലേയിങ് ഫീൽഡിനെ പറ്റി പറഞ്ഞു. അത് പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിയുടെ പല പ്രസ്താവനകൾക്കും ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. ഏപ്രിൽ 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിന്റെ പേരിൽ നോട്ടീസ് അയച്ചു. അവിടെയും ലെവൽ പ്ലേയിങ് ആണ്. കാരണം രാഹുൽ ഗാന്ധി നടത്തിയിരുന്ന ആ പ്രസംഗത്തിന്റെ പേരിൽ BJP കംപ്ലയിന്റ് ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയുടെ ആഗ്രഹം രാജ്യത്ത് എന്താണ്, ഒരു മതവും ഒരു ഭാഷയും നടപ്പാക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു പോളിസിയാണ് പ്രധാനമന്ത്രിയുടേത് എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു. കേരളത്തിലടക്കം അദ്ദേഹം പ്രസംഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവര് കംപ്ലയിന്റ് ഫയൽ ചെയ്തപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കല്ല അതിന് വിശദീകരണം ചോദിച്ച് നോട്ടീസ് അയച്ചത്. അത് അയച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ ചീഫിനാണ്, മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കാണ്. അതേപോലെ നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പരാതി വന്നപ്പോൾ അതേപോലെ തന്നെ നോട്ടീസ് അയച്ചു. ആർക്കാണ്? BJP ചീഫ് JP നദ്ദയ്ക്കാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ അത് ലെവൽ പ്ലേയിങ് ഫീൽഡ് തന്നെയാണ്. ഈ രണ്ട് സ്ഥലത്തും നോട്ടീസ് അയച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ പറയുന്നത് ഏപ്രിൽ 25 അയച്ചു. അതായത് ആദ്യ ഘട്ടത്തിൽ തന്നെ അത് അയച്ചു. അത് പിന്നീടുള്ള കംപ്ലൈന്റുകൾക്കും അതേപോലെയുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് ആത്യന്തികമായിട്ട് ശ്രീ ഹാഷ്മി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത്
നമ്മളിവിടെ നരേന്ദ്രമോദി ഏറ്റവും വലിയ വർഗീയവാദിയാണ്, ഏറ്റവും വലിയ വ്യാജബിംബമാണ്, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേവലം നമ്മൾ ഈ ചാനൽ സ്റ്റുഡിയോകളിൽ ചർച്ച ചെയ്യുന്ന ആൾക്കാരോ അവതാരകരോ നിരീക്ഷകരായി വരുന്ന ആൾക്കാരോ മാത്രമല്ല വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഫലമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ള ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ലാതെ അത്തരത്തിലുള്ള ആൾക്കാർക്ക് പോയി വോട്ട് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ ഇവിടെ ആൾക്കാരെ അവരുടെ ജീവിതത്തെ പല പല മേഖലകളിൽ സ്പർശിക്കുന്ന രീതിയിലേക്കുള്ള എന്തെങ്കിലും ഗുണം ഒരുപക്ഷെ DBT ആയിട്ടോ നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു വെൽഫെയർ സ്കീമിന്റെ ഭാഗമായിട്ടോ ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ചെറിയ കണക്ക് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 90,000 സ്ത്രീകൾക്ക് വാരണാസി മണ്ഡലത്തിൽ, നരേന്ദ്രമോദിയുടെ വാരണാസി മണ്ഡലത്തിൽ തന്നെ ഏതാണ്ട് 90,000 സ്ത്രീകൾക്കാണ് ഈ പ്രധാനമന്ത്രി മാതൃവന്ദന സ്കീം അനുസരിച്ചിട്ട് ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്തുള്ള പിന്നെ പോഷകാഹാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള DBT സ്കീമിന്റെ ബെനിഫിഷ്യറികളായി മാറി. ശരി, അങ്ങനെ പറഞ്ഞ അപ്പൊ ഒരുപാട് രാജ്യത്ത് സ്കീമുണ്ട്. ഏറ്റവും മൊത്തത്തിൽ കൂടുതൽ എന്താണ് 543 മണ്ഡലങ്ങളിൽ എത്രയോ ആൾക്കാർ സാനിറ്ററി പാഡ് അതിന്റെ നൽകുന്ന എന്താണ് ആ പദ്ധതി പോലും വലിയ നേട്ടമുണ്ടായി എന്ന് ആ മേഖലയുള്ളവർ പറയും. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.